പറയുന്നു ആ രാഷ്ട്രീയക്കാർ മതത്തിന് താങ്ങാണ്, തണലാണ്. ഒരു രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട എന്ന് പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് മതം എന്നറിയില്ല, എന്താണ് രാഷ്ട്രീയം എന്നറിയില്ല. അവരെപ്പറ്റി കിണറ്റിലെ തവളകളെന്ന് പറയും. കിണറ്റിലെ തവളയോട് അമേരിക്കയെ ആഫ്രിക്കൻ ചോദിച്ചാൽ തിരിയോ? അതിനാകെ ലോകം ആ കിണറാണ്. കിണറ് കുഴിക്കുമ്പോൾ അതിൽ തന്നെ വരുന്ന സാധനം അതാണ് കുതിരത്താണ്. ഓൻ്റെ അമേരിക്കയും ഓൻ്റെ സമസ്തയും ഓൻ്റെ കാന്തവരും എല്ലാം തന്നെ എവിടെ ആ കിണറ്റിനുള്ളിൽ. അതിന് പുറത്തുള്ള ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മാതിരി വിവരക്കേട് പറയുന്നതിന് എതിരായി ജാഗ്രത പുലർത്തുക, മഹല്ലുകളെ ഒറ്റക്കെട്ടായി നിർത്തുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം ചരിത്രത്തിലെ ജാജ്വല്യമാനമായ അധ്യായമായി മാറ്റിയെടുക്കാൻ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമറാക്കളെ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക. നിങ്ങൾ ആതിഥേയരാണ്. സുഹൃത്തുക്കളെ, അബ്ദുറഹ്മാൻ കല്ലായുടെ ഒരു കുംഭസാര വീഡിയോ കാണാനിടയായി. അതിന്റെ അവസാനം വെച്ചിട്ട് അത്തഹിയാത്തില് പൊതു പോയൊരവസ്ഥ എത്തിയിട്ടുണ്ട്. ഈ കേരള യാത്രയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുന്നികളെ ഒന്നിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ ആവശ്യമില്ല. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിന്റെ സമസ്തയും അദ്ദേഹത്തിന്റെ കാന്തപുരൊക്കെ കിണറ്റിലെ തവളകളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ പ്രസംഗം മൊത്തത്തിലൊന്ന് പോസ്റ്റ്മോർട്ടം അനിവാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമസ്തയിലും അതുപോലെ തന്നെ ഈ സുന്നി സമൂഹത്തിലൊക്കെ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ഈ കല്ലായിക്കാക്ക ആരെന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അപ്പോ ഇദ്ദേഹം നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം SMF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഉമറ സംഗമം എന്ന പേരിലാണ് ഈ പരിപാടി. അപ്പൊ ചിലപ്പം വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടിയിരിക്കാം, എന്നാലും ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമന്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിന് താഴെയുള്ള കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തണം. എന്താ വെച്ചാൽ ഇത് മറ്റുള്ളവരും കാണട്ടെ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് നിങ്ങൾക്ക് ഒരു മാന്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ എഴുതുക. അത്തരം കമന്റുകൾ അവിടെ എന്നും ഉണ്ടാവും. ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു വിഷയം, ഇദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങുന്നത് തന്നെ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കതിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നാൽ കേൾക്കാം. ഇടക്കാലത്ത് നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർക്ക് തൗഹീദിന്റെ ശിർക്കിന്റെ കാര്യത്തിൽ വിശ്വാസം. കേരളത്തിലെ ചില പണ്ഡിതന്മാർക്ക് ഇങ്ങനെ ശിർക്ക് തൗഹീദ് അതെന്താണ് തിരിച്ചറിഞ്ഞുകൂടാത്തൊരു ഘട്ടം വന്നു. ഞാനതിന് സാധാരണ പറയാറുള്ളത് കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്ന അനുഭവം ഉണ്ടായിരുന്നു. കൂരിട്ട് CHന്റെ ഭാഷയാണ്. കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുകയാണോ എന്ന് പണ്ട് EMS CH ചോദിച്ചിട്ടുണ്ട്. തിരുമേനി അങ്ങ് കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ നല്ല രസകരമായ പരിതാണ്. അപ്പൊ തൗഹീദിന്റെ കാര്യത്തിൽ എന്താണ് തൗഹീദ്, എന്താ ശിർക്ക് തിരിച്ചറിഞ്ഞ കുറച്ച് പണ്ഡിതന്മാർക്ക്. അപ്പൊ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ശിർക്ക് എന്ന് പറഞ്ഞ ഒരു കിർക്കായി മാറി കാണുന്ന പോലെ ശിർക്ക്. മുത്തുബദരികളെ ആരും പറഞ്ഞ ശിർക്കായി. യാതൊരു മൊഹീദ്ദീൻ എന്ന് പറഞ്ഞ പോലെ ശിർക്കായി. ഒരു വർത്താനം പറയാൻ പറ്റാത്ത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികം സ്നേഹിച്ചാണ് ശിർക്കായി. അങ്ങനെയാണ്. അപ്പോഴാണ് ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം നൽകിയത്. ആ കാലഘട്ടത്തിൽ മഹാന്മാരെ ആലിമികളെ വിളിച്ചു കൂട്ടി വർക്കൽ മലുബൈത്തകൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി. നോക്കാൻ നിങ്ങൾ ഇയാൾ പറയുന്നു, ഒരു മഹാന്മാരുടെ ഇടയിലുള്ള ഒരു വിഷയത്തെയാണ് ഈ രൂപത്തിലൊക്കെ പറയുന്നത്. നോക്കി നിങ്ങൾ, ഇയാളൊക്കെ ഒരു നിലവാരം നോക്കി ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇയാൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാം. ആരൊക്കെ ഉദാഹരണം വെച്ചാൽ പറയുന്നത്, എന്തൊക്കെ ഉദാഹരണം വെച്ചാൽ ഇയാൾ പറയുന്നത് നോക്കി നിങ്ങൾ. ഞാൻ വിശദമായിട്ട് തന്നെ വരാം. ഇനി ഇയാളെ വലിയൊരു ആഗ്രഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി അത്ര ഇയാൾ സമസ്തയിൽ കൂടിയത്. നോക്കൂ നിങ്ങൾ, ഈ കോലത്തിൽ പോയാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിക്കും. എന്താണെന്നുള്ള അദ്ദേഹം പറയട്ടെ. ലോകം വെട്ടിപ്പിടിക്കാനൊന്നല്ല നമ്മൾ ഇതിൽ കൂടിയത്. 55 കൊല്ലമായി ഞാൻ ഈ സമസ്തയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങി. 55 കൊല്ലം. അപ്പൊ 50%-ലേറെ 100 വർഷം ഇപ്പോൾ പൂർത്തിയാവുന്നത് അല്ലേ. അപ്പൊ 55 കൊല്ലം ഞാൻ ഇതിന്റെ കൂടെയുണ്ട്. നമ്മുടെ ലക്ഷ്യം നല്ല നിലക്ക് മരിക്കണം, പിന്നീടുള്ള ജീവിതം രക്ഷപ്പെടണം. ദുന്യാവികലൊക്കെ കഴിഞ്ഞു പോകും. ദുന്യാവികലൊക്കെ കഴിഞ്ഞു പോകും. മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിച്ചാൽ പിന്നെ കഷ്ടപ്പാടില്ല. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാണ്. മരിക്കുന്ന സമയത്ത് മോശമായി പോയെങ്കിലോ സപ്പോർട്ട്, പിന്നെ രക്ഷയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൽ കൂടിയത്. മരിക്കുമ്പോൾ നല്ല നിലയിൽ മരിക്കണം, എങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സമസ്തയിൽ കൂടിയത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളത് കേട്ടാൽ ആ രീതിയിൽ അദ്ദേഹം മരിക്കുമോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. അതിലേക്ക് ഞാൻ വരാം. ഇനി അദ്ദേഹം പറയുന്നത് സമസ്തയിലെ ഭരണഘടന മാറ്റി ആ സയ്യിദന്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് കേട്ടോക്കി. ആ സദഖത്തുകളുടെ കാലഘട്ടത്തിൽ ആലിമീങ്ങളോട് പറയുന്നു, ബാഫക്കിത്തുകളും പൂക്കുവത്തുകളൊക്കെ ഉണ്ടല്ലോ, അവരെ സമസ്തയിൽ കൊണ്ടുവരണം. ആലിമീങ്ങൾ തികഞ്ഞ ആലിമീങ്ങളെ പറ്റൂ. ആ കൂട്ടത്തിൽ ഇവർ പെടില്ലല്ലോ. ഇവരെ ഇൽമില്ലെന്നല്ല, തികഞ്ഞ ആലിമീങ്ങൾ, പൂക്കാമിലായ ആലിമീങ്ങൾ. ആ കൂട്ടത്തിൽ ഇവർ കൊണ്ടുപോകണം.
ഭരണഘടന മാറ്റാണ്. 40 മഹാപണ്ഡിതന്മാരായ അലിമീങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ 4 അധികരിക്കാത്ത സാദാത്തികളെ, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതൃരംഗത്തുള്ള 4 അധികരിക്കാത്ത സാദാത്തികളെ മുശാവറയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. എതിർപ്പുള്ള ആളുകൾ പോലും പാണക്കാട് തങ്ങളെയും ബാഫക്കി തങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഭേദഗതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിച്ചു, ഐക്യകണ്ഠേന. അങ്ങനെ ബാഫക്കി തങ്ങളെയും പാണക്കാട് തങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി. ഇനി അദ്ദേഹം പറയുന്ന ഒരു വിഷയം സമസ്തയ്ക്ക് വന്ന ഒരു ഭീഷണിയെ കുറിച്ചാണ്. അതുകൂടി നമുക്ക് കേൾക്കാം. ഒരു ഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മറ്റൊരു ഭീഷണി ഉണ്ടായി. പണ്ഡിതന്മാർ, വൻതോക്കുകളായ പണ്ഡിതന്മാർ മാറി. അവർ അഖില കേരള ജമിയത്തിലും ഉണ്ടാക്കി. ഒരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ നേതാക്കന്മാർക്ക് ആലിമീങ്ങൾ വേജാറായി നിൽക്കുകയാണ്. പാണക്കാട്ട് കുടുംബം ഇവിടെ നിൽക്കും, പാണക്കാട്ട് കുടുംബം ഇവിടെ നിൽക്കും. അപ്പോഴാണ് മഹാനായ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ സ്റ്റേജിലേക്ക് കയറി വരുന്നത്. ആ മഹാൻ പ്രഖ്യാപിച്ചു, ഇവിടെ അഖിലയും വേണ്ട, കൊകിലയും വേണ്ട, സമസ്ത മതി. ആ കൂട്ടത്തിൽ പോയ മുഴുവൻ ആലിമീങ്ങളും തിരിച്ചു വന്നു. പൂക്കോയെ കുട്ടി നമുക്കെതിരാണല്ലോ, പിന്നെ അതിൽ പറ്റൂല, തങ്ങളെ കുറിച്ചൊക്കെ സമ്മതിക്കാൻ പറ്റൂല, തിരിച്ചു വന്നു. അപ്പൊ ഒരുപാട് ആലിമീങ്ങള് കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി അതിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം പണ്ഡിതന്മാരെല്ലാം തിരിച്ചു വന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് മറ്റൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ ആദ്യത്തെ ക്ലിപ്പ് കേൾപ്പിച്ചില്ലേ, ആ വിഷയം ഇങ്ങനെ സമർപ്പിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വരികയാണ്. ഇനി പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ EK ഉസ്താദും എന്നൊക്കെ മൂപ്പർ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അവരോട് പാണക്കാട് തങ്ങന്മാരോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച്. പാണക്കാട് ശിഹാബ് തങ്ങളാണ്. അപ്പൊ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പാണക്കാട് തങ്ങളുടെ കൈ പിടിച്ചിങ്ങനെ മുഖത്ത് വെച്ചിട്ട് പൊട്ടിക്കരയാണ്. കണ്ണിയത്ത് ഉസ്താദ്, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് രംഗം. പാണക്കാട് തങ്ങളെ കണ്ണിയത്ത് ഉസ്താദ് ഇത്രമാത്രം ബഹുമാനത്തോടെ കാണുന്നു എന്നതിന്റെ ഒരു അനുഭവം. സമ്മേളനം കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞതിന് മുമ്പ് തന്നെ പാണക്കാട് തങ്ങളും ഷെയ്ഖുനാ ശംസുൽ ഉലമ തങ്ങളും ഒന്നിച്ചിറങ്ങി സ്റ്റേജിൽ നിന്ന്. കാറിന്റെ അടുത്ത് വരെ ഒന്നിച്ച് നടന്നു. രണ്ടുപേരും അവരുടെ കാറിൽ കയറി. ഷെയ്ഖുനായുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നിച്ചല്ലോ. അപ്പോൾ ഷെയ്ഖുന ഡ്രൈവറോട് ചോദിക്കുന്നു, തങ്ങളുടെ വണ്ടിയല്ലേ അത്? അതെ. അത് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. എന്ത് കടുത്ത അതിപകടമാണ് ചെയ്തത്? തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ശിഹാബ് തങ്ങളുടെ വണ്ടിയല്ലേ അത്? അതാണ് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ചില അനുഭവം, ചില അദബുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഇൽമ്. അപ്പൊ കണ്ണുകൊണ്ട് കണ്ടതായിരിക്കുന്ന ചിലത്, അതാണ് പ്രധാനപ്പെട്ട ഇൽമ്, അറിവ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു കാഴ്ച മൂപ്പര് കണ്ടു. കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദൊക്കെ പാണക്കാട് തങ്ങന്മാരോട് കാണിക്കുന്ന ആ ബഹുമാനവും ആ സ്നേഹമൊക്കെ എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പാണക്കാട് തങ്ങന്മാരായാലും ശരി, മറ്റുള്ള തങ്ങന്മാരായാലും ശരി, അതാണ് നമ്മൾ ഉസ്താദുമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും. പക്ഷെ മൂപ്പര് കണ്ടതും പഠിച്ചതൊക്കെ എന്താണ്? കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ EK ഉസ്താദും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിച്ചത് മാത്രമാണ്. അപ്പൊ ആ മൂപ്പര് ആ രീതിയിൽ പോകുള്ളൂ എന്നുള്ളതാണ് മൂപ്പരൊരു വമ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം കേൾപ്പിച്ചൊരു ക്ലിപ്പില് എന്താണ് അയാൾ പറഞ്ഞത്? അത് പറഞ്ഞത് ആർക്കെതിരെയാണ്? ഖലീൽ തങ്ങൾ പാപ്പക്കെതിരെയല്ലേ പറഞ്ഞത്? എന്താണ് വാക്ക് അയാൾ പറഞ്ഞത്? അപ്പൊ അയാൾക്ക് വേറെ ആരും വലിയ ബഹുമാനമൊന്നുമില്ല. എന്നാ പോട്ടെ, പാണക്കാട് തങ്ങന്മാരോട് ഇവർക്ക് എത്ര ബഹുമാനമുണ്ട്? ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളുടെ മോന്, ആ മോന് ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ തങ്ങളവറുകളെ ഒന്ന് അപമാനിച്ചു അല്ലെ? ലോകം മൊത്തം അത് ലൈവായിട്ട് കേട്ടതാണത് അല്ലെ? എന്താണ് ആ തെറിയാ വിളിച്ചത്? ആ തെറി വിളിച്ച് അപമാനിച്ച ആ ആൾക്കെതിരെ ഈ കല്ലായിക്കാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെയും കേട്ടില്ല. എന്നിട്ട് അദ്ദേഹമാണ് ഇപ്പൊ പാണക്കാട് സ്നേഹം പറഞ്ഞു കണ്ടുവരുന്നത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അവിടെ ഇനി രസകരമായിരിക്കുന്ന ചില പോയിന്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 89 എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് ആ കുംഭസാരം. അത് നമുക്കൊന്ന് കേട്ടോക്കാം. അവസാനം 89 നമ്മൾ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89 നമ്മൾ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം EP മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ഷെയ്ഖുനായുടെ വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ, അയാൾ ജീവചരിത്രം എഴുതിയിട്ടില്ല ആ പുസ്തകത്തിൽ.
വിശ്വാസപൂർവ്വം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കാന്തപുരം ഉസ്താദ് പിന്നെ എഴുതിയിട്ടുണ്ട് എന്നത് EK ഉസ്താദിന്റെ വലിയൊരു ആഗ്രഹം കല്ലായി എഴുതിയത്. സീനിയർ ആയിട്ടുള്ള നേതാവാണ് കാന്തപുരം ഉസ്താദ് എന്ന് ഇവിടെ കല്ലായി തുറന്ന് സമ്മതിക്കണം. ഈ ഉസ്താദിനെയാണ് ഇവരൊക്കെ പാടെ കൂടിയിട്ട് എന്താക്കിയത്, ഒരു മൂലക്കൽ ഇരുത്താൻ വേണ്ടി നോക്കിയത്. ഇയാള് പ്രസംഗിച്ച ഒരു പ്രസംഗം ഇപ്പം ഓർമ്മ വരികയാണ്. ഒരുപാട് ആൾക്കാർ കുരുങ്ങിച്ചിരിക്കുന്ന സുന്നി പ്രവർത്തകരുടെ മനസ്സിൽ പോലും വളരെ വിങ്ങലുണ്ടാക്കിയ പ്രസംഗം അല്ലെ, ഒരുപാട് പേര് പരിഹസിച്ച് ചിരിച്ചത്. ഇന്ന് തമ്മ തല്ലിയാണ് എല്ലാവരും കൂടി. അന്ന് പരിഹസിച്ച് ചിരിച്ചവരൊക്കെ നോക്കണങ്ങൾ. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം തന്നെ പറയുന്നത് ഞാൻ. ഇനി ബാക്കിയും കൂടി പറയുന്നുണ്ട്, കേൾക്കാം നമുക്ക്. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. ജാഥക്ക് നടത്തി. അയാളെ ജാതി മോശമൊന്നുമല്ല, മോശമൊന്നുമല്ല, ഗംഭീര ജാതി നടത്തി. നമ്മൾ സമ്മതിക്കണം. സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം അസൂയ തോന്നുന്നു. അസൂയ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, അവരെ പുറത്താക്കി അവർ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത്. നാട്ടിക മുസ്ലിംസാർ മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. തൃശ്ശൂരല്ലേ പ്രഖ്യാപിച്ചത്? തൃശ്ശൂർ. ഇവർക്കൊന്നും ഓർമ്മ ഉണ്ട്, ഇവരൊന്നും ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. അവർ നാട്ടിക അവിടെയും പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി 2 സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു, ഭിന്നിപ്പ് ഒഴിവാക്കാൻ. നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു, പക്ഷേ ബഹുമാനായ കാന്തപുരം മാറ്റിവെച്ചില്ല. ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എന്താ എനിക്ക്, ഇയാളെ സംസാരത്തിൽ ബഹുമാന്യനായ കാന്തപുരം പലപ്പോഴായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ പ്രസംഗത്തിൽ. ബഹുമാന്യനായ കാന്തപുരം, അതന്നെ വലിയൊരു മാറ്റമല്ല നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ പറയാണ് SYSന്റെ സമ്മേളനം അവർ മാറ്റിവെച്ചില്ല. നാട്ടിക്ക് വിലക്കപ്പാടെ തട്ടിമുട്ടി മറ്റൊരു സമ്മേളനം ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു. അതാണ് പറയുന്നത്. ഇനി പിന്നെ വേറെ കുറച്ചുകൂടി പറയുന്നുണ്ട്, കേൾക്കാം നമുക്ക്. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു പ്രകൃതിയായിരിക്കും നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത്? നമ്മുടെ ഉമറാക്കൾ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ. കണ്ണൂർ ജില്ലയിൽ അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല, അന്ന് കണ്ണൂർ ജില്ലയിൽ പെട്ടതാ കാസർഗോഡ്. അന്നുണ്ടാ 54 ഉണ്ടല്ലേ? അപ്പോൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തൊക്കെ. ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്, ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയുള്ള കോല, ജനങ്ങൾ കൂട്ടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നുണ്ടല്ലോ. ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരുന്നു? കുറച്ചൊന്നല്ല, ജനങ്ങളിപ്പോ കാന്തപുരത്തായിട്ട് കൂടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ചില്ലറ ഇടങ്ങറൊന്നല്ല. ആ ഇടങ്ങറിപ്പോ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതൊന്നും ഇങ്ങനെ ഇടങ്ങറിട്ട് മനസ്സിലാക്കി പറയണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കാണോ തിരിച്ചറിയാത്തത്? നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇത് ഇനിയും തിരിച്ചറിയാത്ത ചില ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് നോക്കി നിങ്ങൾ, ആരാണ് സമസ്തയില് പിത്തന ഉണ്ടാക്കിയത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാനും ലീഗ് തലക്കേര് കുറച്ചാൾ ലീഗ് തലമക്കൂടിയ എല്ലാവരും ലീഗ് കൂടി ലീഗ് തലമക്കൂടി കൂട്ടുണ്ടാവും. ഇങ്ങോട്ട് കൂടി ഞാനും മുഹമ്മദ് ഭരിച്ചു കൊടുക്കട്ടെ, നാട്ടിൽ ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മുഹമ്മദ് ഫൈസിയുടെ തിരുവട്ടാട്ട് വീട്ടിൽ നിന്നും സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു. ഒരാളിപ്പോൾ ജീവിച്ചിട്ടുണ്ട്, ആ മീറ്റിംഗ് പങ്കെടുത്ത് പെരുമ്പേരി സംസാരിച്ചു. പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ട്, അത് എനിക്ക് ഓർമ്മയിട്ടില്ല. ഒരാൾ കൂടി ഉണ്ട്, ചിലപ്പോൾ സാഹചര്യമുണ്ടോ അറിയില്ല. എന്നോട് ഈയിടെ പെട്ടെന്ന് കേട്ട് പറഞ്ഞു, അന്ന് ഞാനുണ്ടായിരുന്നു സംസാരിക്കാൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ഷെയ്ഖുന ശംസുല്ലയെ കാണാൻ എന്നെ ചുമതലപ്പെടുത്തി, പാണക്കാട് തങ്ങളെ കാണാൻ മുഹമ്മദ് ഫൈസിയെ ചുമതലപ്പെടുത്തി, മാനുസ്താദിനെ കാണാൻ നാട്ടുകാരെയും ചുമതലപ്പെടുത്തി. ഞങ്ങളങ്ങനെ പിരിഞ്ഞു. ഷെയ്ഖുനായി ഞാൻ കണ്ടു, യോജിപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്കിതൊക്കെ വയ്യ, ക്ഷീണിതനാണ്, നീ പാണക്കാട്ടേക്ക് പോയിക്കോളൂ. അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട. അപ്പോ ഇവര് ലീഗ് തലി കയറിയ കുറച്ച് ആളുകളെ പേര് പറഞ്ഞു. പല ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. മൂപ്പര് അതിലെ പ്രധാന അംഗമാണ്. അപ്പോൾ ഓലൊക്കെ പാടെ കൂടിയിട്ട് സമസ്തയെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗം. എന്നിട്ട് എന്ത് ചെയ്ത് അതില് ചില കാര്യങ്ങൾ തീരുമാനിച്ചു. മൂപ്പര് സംസുലമയെ പോയി കണ്ടു. സംസുലമ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. ഒരു കാര്യമുണ്ട്, പാണക്കാട് നിന്ന് സീതന്മാരെ ഇതിൽ കൂട്ടണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ വിഷയത്തിൽ പാണക്കാട് തങ്ങന്മാരെ എടുക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ പറഞ്ഞു വരുന്നത്. എന്ത് ഐക്യങ്ങളും മസ്ലഹത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, കൂട്ടാം, അതൊന്നും നമുക്ക് ആർക്കും പ്രശ്നമില്ല. ഇനിയിപ്പോൾ പുതിയൊരു സമീപനം വരികയാണെങ്കിലും അതിനും അവരെ കൂട്ടുന്നതിന് എല്ലാവർക്കും സന്തോഷമുള്ളൂ, എല്ലാ സുന്നികൾക്കും സന്തോഷമുള്ളൂ. ആ കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ഇനി അദ്ദേഹം പറയുന്ന കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്.
അതും കൂടി നമ്മൾ കേൾക്കേണ്ടത്. ആ കായികമില്ലത്ത് പ്രചരിപ്പിക്കുവാനുമുള്ള എന്ന അവകാശവും കൂടി എഴുതി ചേർത്തത് കൊണ്ടാണ് 10,000-കണക്കിന് പള്ളികളും മദ്രസകളും ഉണ്ടാക്കുവാനും അറബി കോളേജ് ഉണ്ടാക്കുവാനും പ്രചരിപ്പിക്കുവാനും ജാഥ നടത്തുവാനും വെല്ലുവിളിക്കുവാനും നമുക്ക് അവസരം ഉണ്ടായത്. രാഷ്ട്രീയക്കാർക്ക് മതത്തിൽ ഇടപെടാൻ അധികാരമില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, രാഷ്ട്രീയക്കാരുള്ളത് കൊണ്ടാണ് മതസ്വാതന്ത്ര്യം നമുക്ക് നേടിക്കിട്ടിയത്. അതാണ് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യം. അതിന് നന്ദികേട് കാണിക്കരുത്, ആ രാഷ്ട്രീയക്കാരോട് നന്ദികേട് കാണിക്കരുത്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അപശബ്ദങ്ങളെ അവഗണിച്ച് തള്ളുക. സമസ്ത നമ്മുടേതാണ്. സമസ്തയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സമസ്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ്. അതിന് മംഗളേറ്റ് പോയാൽ സുന്നത്ത് ജമാഅത്തിന്റെ അതായി പോകും. അതാണ് പ്രധാന പോയിന്റ്. നമ്മളൊക്കെ ഇപ്പോഴുള്ള വെല്ലുവിളി ചെറുതല്ല. പഴയ കാലത്ത് തൗഹീദും ശിർക്കുമാണ് തർക്കം. ഇപ്പൊ അതല്ല, ഇപ്പൊ എക്സ് മുസ്ലിം അല്ലേ? സുഹൃത്തുക്കളെ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതം തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയക്കാരെ അവഗണിക്കരുത്, അവരൊപ്പം നിർത്തണം എന്നാണ് മുപ്പര് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് സമസ്ത എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ്. അതിന് മങ്ങലേൽപ്പിക്കാൻ ഒരിക്കലും പറ്റൂല. ഇപ്പോഴുള്ള വെല്ലുവിളി ചെറുതല്ല. ആദ്യകാലത്തുള്ള വെല്ലുവിളി തൗഹീദും ഷിർക്കുമായിരുന്നു എന്ന് ഇവിടെ സമ്മതിക്കണം മുപ്പര്. ആ തൗഹീദും ഷിർക്കും വന്നപ്പോഴാണ് എന്തിവിടെ ഉണ്ടായത്. മുപ്പര് ആദ്യം പറഞ്ഞല്ലോ, അതിന് രണ്ടാമത്തെ കേൾപ്പിച്ച ക്ലിപ്പിൽ ഞങ്ങൾ കേൾക്കാം. ഇവിടെ സമസ്ത ഉണ്ടാക്കിയത് അതിനായിരുന്നു അല്ലെ, തൗഹീദും ഷിർക്കിനും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് അല്ലെ. എന്നിട്ട് ഇപ്പോഴത്തെ തർക്കം എന്താണ് മുപ്പര് ഇപ്പൊ പറയാം. ഇപ്പൊ ആ തർക്കമൊക്കെ തീർന്നു. ഇപ്പോ മുസ്ലിങ്ങളും അതുപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളും, അതാ നിരീശ്വരവാദികൾ, മുസ്ലിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ തർക്കം. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും രംഗത്ത് വരണം. SMF, സുന്നി മഹല്ല് ഫെഡറേഷന് ഒക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വരണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ കേൾക്കാം. SMF രൂപീകരിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം, അതിലുള്ള അന്നത്തെ മെമ്പർ. അപ്പൊ അന്നേ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. അന്ന് മഹലൊക്കെ പിടിച്ചടക്കിയിട്ട് ഒതുക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് അപ്പൊ അന്ന് ഉണ്ടാക്കിയതാണ്. അതിന്റെ ബാക്കിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പേര് SMF എന്ന പേരിൽ. അപ്പൊ അന്ന് കാന്തപുരം ഉസ്താദിനെ എതിർക്കാനായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ ഉള്ളത് നമ്മുടെ ഈ EK വിഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ ഒന്നും തോന്നരുത്, വേറെ പേരൊന്നും എനിക്ക് പറയാറായിട്ട് ഷജറ വിഭാഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവരെ ഒതുക്കാനാണ് ഇപ്പോ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജംസുലുലമയുടെ കൂടെ SMF രൂപീകരിക്കാൻ വേണ്ടി ഒപ്പുവെച്ച ആളാണ് ഞാൻ. കണ്ടോ, ആലിമീങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോയി. 2 ആൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 2 പേര് ഇപ്പൊ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരാൻ. 2 ഉമറാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 2 പേര് ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരാൻ. ഒന്ന് ഞാനാണ്, ഒന്ന് മായിനാജിയാണ്. അപ്പൊ 2 ആലിമീങ്ങളും 2 ഉമറാക്കളും മാത്രം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അത്ര പാരമ്പര്യമുണ്ട് SMF. അപ്പൊ ഞാൻ പറയുകയാണ്, ഇതുണ്ടാക്കിയത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയൊന്നുമില്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് ഒരുപോലെയല്ല. കാസർകോട്ടും മലപ്പുറത്തൊക്കെ ഒരു ഇസ്ലാമിക വൽക്കരണം നടക്കുകയാണ് എന്ന് പറയുന്ന പാർട്ടി നമ്മൾ ഒരുപോലെ ആൻ പറ്റും. SMF രൂപീകരിച്ചത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടൊന്നല്ല. എന്നാല് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപോലെയല്ല. ഇതിലിപ്പോ പുതിയ ചില വിഷയങ്ങൾ അതിലെടുത്ത് പറയണം മൂപ്പര്, നോക്കണങ്ങള്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പച്ചയായ വർഗീയത പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ആരും കാണുന്നില്ല. ഇപ്പൊ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ലീഗിനെ ശരിപ്പെടുത്താൻ പറ്റുമെന്ന ചിന്ത മാത്രമാണ്. ലീഗിനെ ശരിപ്പെടുത്താൻ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, രാഷ്ട്രീയവും മതവും രണ്ടല്ല. രാഷ്ട്രീയവും മതവും രണ്ടല്ല. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ മതമില്ല. പ്രഭാഷകന് ഇസ്ലാമും രാഷ്ട്രീയവും എന്തൊരു വിഷയം കൊടുത്താൽ മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നു. രണ്ടും രണ്ടല്ല. അത് അന്തർദേശ കാഴ്ചപ്പാടാണ്. ഇതൊക്കെ ഇങ്ങനെ മൂപ്പര് പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ആദ്യം കേൾപ്പിച്ചില്ലേ, അത് പറഞ്ഞത്. അതൊന്നും കൂടി ഞങ്ങൾ കേൾപ്പിക്കാം. ഞാൻ പറയുന്നു, ആ രാഷ്ട്രീയക്കാർ മതത്തിന് താങ്ങാണ്, തണലാണ്. ഒരു രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട എന്ന് പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ട്. എന്താണ് മതം എന്നറിയില്ല, എന്താണ് രാഷ്ട്രീയം എന്നറിയില്ല. അവരെ പറ്റി കിണറ്റിലെ തവളകൾ എന്ന് പറയും. കിണറ്റിലെ തവളയോട് അമേരിക്കയെ ആഫ്രിക്കൻ ചോദിച്ചാൽ തിരിയോ? അതിനാകെ ലോകം ആ കിണറാണ്. കിണറ് കുഴിക്കുമ്പോൾ അതിൽ തന്നെ വരുന്ന സാധനം അത് അവന്റെ കുതിരത്താണ്. ഓന്റെ അമേരിക്കയും ഓന്റെ സമസ്തയും ഓന്റെ കാന്തപുരം എല്ലാം അതിന്റെ എവിടെ, അതിന് പുറത്തുള്ള ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മാതിരി വിവരക്കേട് പറയുന്നതിന് എതിരായി ജാഗ്രത പുലർത്തുക, മഹല്ലുകളെ ഒറ്റക്കെട്ടായി നിർത്തുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം ചരിത്രത്തിലെ ജാജ്വല്യമാനമായ അധ്യായമായി മാറ്റിയെടുക്കാൻ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമറാക്കളെ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക. നിങ്ങൾ ആതിഥേയരാണ്. അപ്പോ കാസർഗോഡ് നടത്തിയ SMF ജില്ലാ കമ്മിറ്റി ഉംറ സംഗമത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പ്രസംഗം മുമ്പിൽ പ്രസംഗിച്ചത്. അതിന്റെ അവസാനം വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, അത്തയാത്തിൽ ഒതുപോയ ഒരവസ്ഥ ഉണ്ടായത്.
അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതില് ചില ആളുകൾക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമസ്ത EK വിഭാഗത്തിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ജിഫ്രി തങ്ങളെ പോക്കെങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജിഫ്രി തങ്ങൾ ഇപ്പൊ തന്നെ പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. മൂപ്പര് ആകെ പേടിച്ച ഒരു അവസ്ഥയിലുള്ളത് തോന്നുന്നുണ്ട്. കാരണം ഇവരെ കൂടെ കൂട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ സമസ്ത EK വിഭാഗത്തിന്റെ അവസ്ഥ എന്ന് മൂപ്പര് ചിന്തിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവാണ്. ഇപ്പൊ അവര് ഈ സുഹാബി വിഭാഗം നടത്തുന്ന ഒരുപാട് പരിപാടിയിലൊക്കെ മൂപ്പര് ഇങ്ങനെ പങ്കെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ മുമ്പ് കാലത്ത് എന്തോ സംഭവിച്ചത് സമാനമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഇതിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറെ ആൾക്കാർക്ക് ഇനിയും കാര്യങ്ങൾ കുറെ മനസ്സിലാവാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലായിക്കോളും. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കല്ലായി കാക്കാട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഗാലറിയിൽ ഞങ്ങളിങ്ങനെ ശാന്തമായിരുന്ന കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആൾക്കാർക്കെതിരെ അവിടുന്ന് പൂയി വാരി എറിയരുത് കേട്ടോ കളിക്കളത്തുനിന്ന്. പക്ഷെ പിന്നീട് ഗാലറിയിൽ നിന്ന് ചിലപ്പോൾ പൂയി ആവില്ല തിരിച്ചു വരിക. അത് മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.